ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. വൃശ്ചികം 1 മുതൽ തുടങ്ങി 41 ദിവസമാണ് മണ്ഡലകാലം എന്ന് പറയുന്നത്. ഈ 41 ദിവസങ്ങളിലും വ്രതമെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കൂടാതെ ഈ കാലയളവിൽ ശാസ്ത്രഭജനം ചെയ്യുന്നതിലൂടെ ജാതകത്തിലെ ശനിദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും കഴിയുന്നതാണ്. കാരണം ശനിയുടെ അതിദേവതയാണല്ലോ ശാസ്താവ്. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് കറുത്തതോ നീലയോ വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. വഴിപാടായി എള്ളുതിരി കൊളുത്താം, നീരാഞ്ജനം, ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലി, എള്ളുപായസം എന്നിവ നടത്താവുന്നതാണ്. നാളികേരമുടച്ച് ആ മുറികളിൽ എള്ളെണ്ണ ഒഴിച്ച് എള്ളുകിഴി കെട്ടി ദീപം കൊളുത്തുന്നതിനെയാണ് നീരാഞ്ജനം എന്ന് പറയുന്നത്. ഇത് വീടുകളിലും ശാസ്താവിന്റെ ചിത്രത്തിന് മുന്നിൽ കത്തിക്കാവുന്നതാണ്. ശനിയാഴ്ച ദിവസം കുറച്ച് പച്ചരിച്ചോറ് പാകം ചെയ്ത് അതിൽ എള്ളുകൂടെ ചേർത്ത് കാക്കയ്ക്ക് കൊടുക്കുന്നതും ശനി പ്രീതിക്ക് വളരെ അനുയോജ്യമാണ്. ഇനി ഈ വൃശ്ചിക മാസം മുഴുവനും ശാസ്താവിന്റെ പൂർണമായ അനുഗ്രഹം ലഭിക്കാനായി ശാസ്ത്ര പഞ്ചകത്തിലെ ഈ പറയുന്ന 4 വരികൾ നിത്യവും ജപിക്കാവുന്നതാണ്. സ്തോത്രം ഇതാണ്: മൃഗാസനം വരാസനം ശരാസനം മഹൗജസം ജഗദ്ധിതം സമസ്ത ഭക്ത ചിത്തരംഗ സംസ്ഥിത നഖാതിരാജ രാജയോഗ പീഠമധ്യവർത്തിനം മൃഗാംഗശേഖരം ഹരീശ ഭാഗ്യ സംഭവം ഭജേ. അർത്ഥം ഇതാണ്: സിംഹാരൂഢനും ശ്രേഷ്ഠമായ ആസനത്തിലിരിക്കുന്നവനും വില്ലുധരിച്ചവനും അതിതേജസ്വിയും ലോകത്തിന് മംഗളപ്രദനും ഭക്തഹൃദയങ്ങളിൽ കുടികൊള്ളുന്നവനും ഹിമാലയ മധ്യത്തിലുള്ള യോഗപീഠത്തിൽ തപസ്സു ചെയ്യുന്നവനും ചന്ദ്രക്കല ചൂടിയവനുമായ ശ്രീ ധർമ്മശാസ്താവിനെ ഞാൻ ഭജിക്കുന്നു. അർത്ഥം കൂടെ അറിഞ്ഞു ജപിക്കുമ്പോഴാണ് ഈ മന്ത്രത്തിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുന്നത്. രാവിലെയും വൈകിട്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ കുളി കഴിഞ്ഞ് രാവിലെ മാത്രം ജപിക്കുന്നതാണ് ഉത്തമം. സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ഈ മന്ത്രം ജപിക്കേണ്ടതില്ല. എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.